കേരളത്തിൻ്റെ വികസനത്തിൽ വലിയ പങ്കുവഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കിഫ്ബി. ധനകാര്യ വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള കിഫ്ബി എന്ന പ്രസ്ഥാനം ഏകദേശം 1 ലക്ഷം കോടി രൂപയുടെ വികസന പദ്ധതികൾ ഈ 10 വർഷക്കാലത്തിനിടയിൽ എന്ന് പറഞ്ഞാൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെയും രണ്ടാം പിണറായി സർക്കാരിൻ്റെയും കാലഘട്ടത്തിൽ പൂർത്തീകരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഏറ്റവും കൂടുതൽ നിർമ്മാണ പ്രവർത്തികൾ വികസന കാര്യങ്ങൾക്കുള്ള ഭൂമി ഏറ്റെടുക്കൽ തുടങ്ങി എല്ലാ മേഖലകളിലും കിഫ്ബിയുടെ നിക്ഷേപം എത്തിയിട്ടുണ്ട്. നാഷണൽ ഹൈവേയുടെ വലിയ വികസനം ഏകദേശം 6000 കോടി രൂപയോളം അതിനായി നൽകിയത് കിഫ്ബി വഴിയാണ്. മറ്റൊരു സംസ്ഥാനത്തിനും ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ 4/1 പണം കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഇവിടെ കിഫ്ബി ഉള്ളത് കൊണ്ടാണ്, കിഫ്ബി വഴി നൽകാൻ പറ്റിയതുകൊണ്ടാണ് കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള നാഷണൽ ഹൈവേ ഇത്രയും നന്നായി പൂർത്തീകരിക്കുന്നത്. ഏറെ ആശുപത്രികൾ, വളരെ വലിയ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ, നമ്മുടെ പ്രാഥമിക ആരോഗ്യ സൗകര്യങ്ങൾ ഉൾപ്പെടെ കിഫ്ബി വഴി നിർമ്മിച്ചിട്ടുണ്ട്. കേരളത്തിലെ സ്കൂളുകളിൽ വലിയ വികസനമാണ് കിഫ്ബിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വന്നിട്ടുള്ളത്. പ്രാദേശികമായ റോഡുകൾ, സ്റ്റേറ്റ് ഹൈവേയും നമ്മുടെ ജില്ലാ റോഡുകളുമടക്കം പ്രാദേശികമായി ധാരാളം വികസന കാര്യങ്ങളിൽ ഈ ഘട്ടത്തിൽ ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം അതിവേഗം യാത്ര ചെയ്യാൻ സൗകര്യമുള്ള 2-3 പ്രധാന മാർഗ്ഗങ്ങൾ കിഫ്ബിയെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ വികസിപ്പിക്കുന്നത്. നാഷണൽ ഹൈവേ നേരത്തെ പറഞ്ഞു, നമ്മുടെ തീരദേശ ഹൈവേ വികസന പരിപാടികൾ നടക്കുകയാണ്. മലയോര ഹൈവേയിൽ നല്ലൊരു ഭാഗം പൂർത്തീകരിച്ച് വളരെ വേഗത്തിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന സൗകര്യമുണ്ട്. ഇതിനൊക്കെ പുറമെ നമ്മുടെ പടിഞ്ഞാറൻ തീരത്ത് കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ ദീർഘിച്ച് കിടക്കുന്ന തീരദേശ കനാൽ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കിഫ്ബി അതിൻ്റെ വരുമാനത്തിൽ നിന്ന്, വരുമാനദായകമായ പദ്ധതികളിൽ നിന്നും പണം തിരിച്ചടയ്ക്കാവുന്ന നിലയിൽ ലോൺ എടുത്ത് പ്രവർത്തിക്കുന്ന ഒരു മോഡലായിരുന്നു അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഘട്ടമായപ്പോഴേക്കും കിഫ്ബി എടുക്കുന്ന ലോണുകൾ ബഡ്ജറ്റിനകത്ത് പെടുത്തണം എന്ന് പറഞ്ഞ് കിഫ്ബിക്ക് സ്വതന്ത്രമായി ലോൺ എടുക്കാൻ കഴിയുന്നില്ല എന്നൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ആ ബുദ്ധിമുട്ടിനെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. ഓരോ വർഷവും അതിൻ്റെ പേരിൽ വെട്ടിക്കുറവ് വരുന്നുണ്ടെങ്കിലും പ്രവർത്തനങ്ങൾക്ക് ഒരു കുറവും വരുത്താതെ അതുകൂടി മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സംസ്ഥാന ഗവൺമെൻറ് ശ്രമിക്കുകയാണ്. കേരളത്തിൻ്റെ അടുത്ത 25-50 വർഷക്കാലത്തേക്കുള്ള അടിസ്ഥാന സൗകര്യത്തിൻ്റെ എല്ലാ അടിത്തറയും എല്ലാ നിർമ്മാണങ്ങളും നടത്തുന്നതിന് വലിയ പങ്കാണ് കിഫ്ബി വഹിക്കുന്നത്. അടിസ്ഥാന പശ്ചാത്തല സൗകര്യ വികസനങ്ങളായിട്ടുള്ള റോഡുകളും ആശുപത്രികളും മാത്രമല്ല, ഏറ്റവും വിപുലമായ രീതിയിൽ സ്കൂളുകളുടെ സൗകര്യം വർദ്ധിപ്പിക്കാൻ, നമ്മുടെ ഗ്രാമീണ മാർക്കറ്റുകൾ ഉൾപ്പെടെ മാർക്കറ്റുകളുടെ സൗകര്യം വർദ്ധിപ്പിക്കാൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചില പ്രത്യേക പദ്ധതികൾ വികസിപ്പിക്കാൻ, അങ്ങനെ കിഫ്ബിയുടെ കരങ്ങളെത്താത്ത സ്ഥലങ്ങളില്ല. പ്രാദേശികമായ ജീവിതത്തിൻ്റെ എല്ലാ സൗകര്യം മുതൽ ഏറ്റവും ആധുനികമായ ശാസ്ത്ര സാങ്കേതിക വിദ്യയ്ക്ക് പറ്റുന്ന തരത്തിലേക്കുള്ള വികസന കാര്യങ്ങൾ വരെ. കിഫ്ബി ഉപയോഗിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലുകളുടെ നിർമ്മാണം, യൂണിവേഴ്സിറ്റിയിലെ ഗവേഷണ കേന്ദ്രങ്ങളുടെ നിർമ്മാണം, കിഫ്ബിയുടെ ഫണ്ട്, കിഫ്ബി നൽകുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ദീർഘകാല പദ്ധതികൾക്ക് വേണ്ടിയിട്ട് സംസ്ഥാന ധനകാര്യ വകുപ്പ്, സംസ്ഥാന ഗവൺമെൻറ് എല്ലാം മുൻകൈയെടുത്ത് നടത്തുന്ന ധാരാളം പദ്ധതികൾക്ക് ഫണ്ട് കണ്ടെത്തുന്നതിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കിഫ്ബിയാണ്. ആധുനിക ശാസ്ത്ര സാങ്കേതിക മേഖലയുടെ വികസനം മുതൽ ഏറ്റവും ഗ്രാമീണമായ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ മേഖലയിലും ഫണ്ട് എത്തിക്കുന്നതിന് കിഫ്ബി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ പല വികസന കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്ന പല വികസന കാര്യങ്ങളും പണം ഇല്ലായ്മ കാരണം മാറ്റിവെക്കുമായിരുന്നു. ആയിരക്കണക്കിന് കോടി രൂപ എന്ന് പറയുമ്പോൾ ചിന്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജും കോഴിക്കോട് മെഡിക്കൽ കോളേജും ഉൾപ്പെടെ വലിയ തോതിൽ പണം മുടക്കി അത് വികസിപ്പിക്കുക എന്ന് പറയുന്നത്, അത് പ്രത്യേകിച്ചും അന്തർദേശീയ നിലവാരത്തിൽ വികസിപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നു. സ്കൂളുകളിൽ ഏറ്റവും നല്ല ക്ലാസ് മുറികൾ, ആധുനിക ഡിജിറ്റൽ സംവിധാനം അടക്കമുള്ള കാര്യങ്ങളെപ്പറ്റി ആലോചിക്കാൻ കഴിയുമായിരുന്നില്ല. ഏറ്റവും പുതിയ രീതിയിലുള്ള ഗവേഷണ കാര്യങ്ങളും IT പാർക്ക് ഉൾപ്പെടെ, സയൻസ് പാർക്ക് ഉൾപ്പെടെ ആധുനിക ഗവേഷണത്തിന് യൂറോപ്യൻ സ്റ്റാൻഡേർഡിലോ അമേരിക്കൻ സ്റ്റാൻഡേർഡിലോ എന്ന് പറയുന്ന ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പണം മാറ്റിവെച്ചതിൻ്റെ വിശദമായ കണക്കുകൾ കിഫ്ബിയുടെ രേഖകളിൽ നിന്നുണ്ട്. ഓരോ വർഷവും 15,000-20,000 കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുതുതായി ഏറ്റെടുക്കുന്നുണ്ട്. അത് കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കുന്നതാണ്. ഇത് നവകേരളം എന്ന് പറയുന്നത് കേവലം പ്രസംഗങ്ങളിലല്ല, ഈ പറഞ്ഞ കാര്യങ്ങൾ ആളുകളുടെ മുന്നിൽ തന്നെയാണ്. ഓരോ സ്കൂളിലും പഠിക്കുന്ന കുട്ടി അവർ പഠിക്കുന്ന സ്കൂളിൻ്റെ സൗകര്യത്തിൽ കൂടി മാറ്റം മനസ്സിലാക്കുകയാണ്. സർവകലാശാലകളിലെ ആധുനിക ലബോറട്ടറികളും ലൈബ്രറികളും സൗകര്യങ്ങളും കെട്ടിടങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരാൾക്ക് റോഡുകളിൽ മാത്രം കാണുന്ന റോഡിൻ്റെ സൗകര്യം മാത്രമല്ല, എല്ലാ അടിസ്ഥാന പശ്ചാത്തല സൗകര്യങ്ങളിലും മാറ്റം വരുത്താൻ കിഫ്ബി വഴി കഴിഞ്ഞിട്ടുണ്ട്. ഇത് കേരളത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. ഇത്രയും ബുദ്ധിമുട്ടുകൾക്കിടയിലും ഇങ്ങനെ മാറ്റമുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ കേരളം വർഷങ്ങൾക്ക് ശേഷം വന്ന് കാണുന്ന ആളുകൾ ഇത് പഴയ കേരളമാണോ എന്ന് സംശയിക്കുന്ന തരത്തിലേക്കുള്ള വികസന കാര്യങ്ങൾ നടക്കുകയാണ്. അത് ഒരു വിഭാഗം വികസന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വലിയ പശ്ചാത്തല സൗകര്യം മാത്രമല്ല, ഏറ്റവും സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്ന പൊതു ആശുപത്രിയും പൊതു സ്കൂളുകളും മുതൽ ആധുനിക വ്യവസായശാലകൾ വരെ സാധാരണക്കാർക്ക് ധാരാളം ജോലി കിട്ടുന്ന കാർഷിക മേഖലയിൽ ഉൾപ്പെടെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടാണ് കിഫ്ബി.